നമസ്കാരം. ചൂരന്മല മുണ്ടക്കൈ പുനരധിവാസത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ 529.50 കോടി രൂപ ലോണായിട്ട് നമുക്ക് തന്നത്. 50 വർഷമാണ് അതിന്റെ തിരിച്ചടവ് കാലയളവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട VD സതീശൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രതികരണം കേട്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട്. പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്ത് നടപ്പാക്കുകയാണ് വേണ്ടത്. 50 കൊല്ലം നിങ്ങൾ തിരിച്ചടവിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. ഇതിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ലല്ലോ നമുക്ക് വേണ്ടത്. അവിടെ ഉണ്ടായതൊരു തീവ്ര ദുരന്തമാണ് വയനാടിൽ ഉണ്ടായത് എന്ന് അവർ അംഗീകരിച്ചു. അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത്. ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 100, 200, 500 കോടി കുറച്ചോ. പക്ഷേ അതൊന്നും തരാതെ 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കണ്ടെന്ന് പറയാൻ സുരേന്ദ്രൻ ആരാ? സുരേന്ദ്രൻ എന്താ അവകാശമുള്ളത് അടയ്ക്കണ്ടെന്ന് പറയാൻ? സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ അവർ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്, നാഷണൽ ഗവൺമെൻറ്. ഇത് ഔദാര്യമൊന്നുമല്ല. ഒരു സ്റ്റേറ്റിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം. ആ സഹായിക്കണം. ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട്. അവർ പല സംസ്ഥാനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നേരത്തെ BJP ഭരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിനെ, ഉത്തരാഖണ്ഡിനെ, UP എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന് അത് തരില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ്? ഈ പാവപ്പെട്ട മനുഷ്യർ അവർ നിൽക്കുന്ന കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോയതാണ്. ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പൈസ 50 കൊല്ലത്തിനകം തിരിച്ചടക്കണം എന്നൊരു ഗവൺമെൻറ്റിനോട്, ഇവിടെ ഭരിക്കുന്നത് ഞങ്ങളുടെ ഗവൺമെൻറ് ഒന്നും അല്ലല്ലോ, ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അല്ലേ. ഇത്രയും നാളായിട്ട് എത്ര നാൾ മുമ്പ് പ്രധാനമന്ത്രി അവിടെ നിന്ന് വന്നുപോയതാ? ഇനി എന്നിട്ട് ഒരു 1.5 മാസം പോലും ബാക്കിയില്ലാത്ത ഈ സമയത്ത് ഇനിയിപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് ഈ പൈസ വരുമ്പോൾ എന്നായിരിക്കും ഇത് വരുന്നത്? ഇപ്പം എത്ര ദിവസം ഉണ്ടാവും ഇത് നടപ്പാക്കാൻ? അതൊന്നും ഒരു ശരിയായ രീതിയിലല്ല. ഒരു കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കേണ്ട യാതൊരു വിധത്തിലുള്ള മാന്യതയും പുലർത്താതെ പൂർണ്ണമായ അവഗണന മാത്രമല്ല, ഇതിലൊരു പരിഹാസമുണ്ട്, ഒരു കളിയാക്കലുണ്ട്. ഇത്രയൊക്കെ മതി നിങ്ങൾക്കെന്ന്. അത് ശരിയല്ല. അതിനെതിരായി ഞങ്ങൾ ശക്തമായ നിലപാടാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. കേട്ടല്ലോ, വൈകി വന്ന വിവേകം എന്ന് മാത്രമേ VD സതീശിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. പലപ്പോഴും കേരളത്തെ സംബന്ധിക്കുന്ന പല പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷത്തിനൊരു പ്രത്യേക ശുഷ്കാന്തിയാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും ആ ദുരന്ത മുഖത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനും സതീശന്റെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ച നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ വയനാട് ദുരന്ത ബാധിതരെ വല്ലാത്ത രീതിയിൽ വിയർപ്പ് മുട്ടിച്ചുകൊണ്ട്, വല്ലാത്ത രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്ന പല പ്രതിഷേധങ്ങളും സത്യത്തിൽ ഗുണം ചെയ്തത് കോൺഗ്രസിനല്ല, കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള, വയനാട് ദുരന്ത ബാധിതർക്ക് നൽകാനുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ ഈ പ്രതിഷേധം നടത്തിയിരുന്നതെങ്കിൽ സ്വാഭാവികമായും നമുക്ക് കൈയടിക്കാമായിരുന്നു. പലപ്പോഴും പല മാധ്യമ പ്രവർത്തകരും ചോദിച്ചിട്ടുള്ളതാണ്, എന്തുകൊണ്ടാണ് ഈ വയനാട് ദുരന്ത ബാധിതർക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിനൊപ്പം ഈ UDF ചേരാത്തത്, പ്രതിപക്ഷം ചേരാത്തതെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവ് പറയാറുള്ളത് ഞങ്ങൾ ആ കാര്യത്തിനില്ല, ഞങ്ങൾ ചേർന്ന് സമരം ചെയ്യാനില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് വയനാട് ദുരന്ത ബാധിതർക്ക് ആവശ്യപ്പെട്ട തുക കിട്ടുന്നതിൽ ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ട് പക്ഷത്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അതായത് കേന്ദ്ര സർക്കാരിന്റെ പക്ഷത്ത് തന്നെയാണ് ഇപ്പൊ ഈ VD സതീശനുള്ളത് എന്ന് കേന്ദ്രത്തിന് നന്നായി തന്നെ മനസ്സിലായിരുന്നു. ഓരോ ഘട്ടത്തിലുമൊക്കെ സംസ്ഥാന സർക്കാർ ഇത് L3 വിഭാഗത്തിൽപ്പെടുത്തണം, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ വയനാട് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട തുക, അതായത് 2000 കോടി രൂപ അവർക്ക് നൽകണം, അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടം നടത്തുമ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ. അറിയാമോ? സംസ്ഥാന സർക്കാരൊക്കെ വയനാട് ദുരന്ത ബാധിതരെ കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു സംസ്ഥാനം വലിയ രീതിയിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു, കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം പറയുകയാണ് സംസ്ഥാന സർക്കാർ കള്ളം പറയുകയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ സമരം ആർക്കാണ് അനുകൂലമായിട്ട് നിൽക്കുക? ആർക്കാണ് അത് ഗുണം ചെയ്യുക? അത് മോദി സർക്കാരിനാണ് ഗുണം ചെയ്യുക. 100% അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വായ്പ കൊടുത്തിരിക്കുന്നു, അല്ലെ?
വെറും വായ്പയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട 2000 കോടി രൂപയിൽ ഒരു പകുതി പൈസയെങ്കിലും നമുക്കത് ഇരുന്നുവെങ്കിൽ, കേന്ദ്ര സഹായം കിട്ടിയിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒരു നല്ല കാര്യമായിരുന്നു. പക്ഷേ നമുക്ക് 5 പൈസ, ഒരു മുട്ടായി മേടിക്കാനുള്ള പൈസ പോലും കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല. അപ്പൊ സതീശനൊരു കാര്യം മനസ്സിലായി, പണി പാളി എന്ന്. ഇനിയിപ്പോ സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നില്ലെങ്കിൽ പണി പാളുമെന്ന് ഈ വി ഡി സതീശന് മനസ്സിലായിരിക്കുന്നു. അപ്പൊ വി ഡി സതീശൻ നേരെ ഗിയർ മാറ്റുകയാണ്. വി ഡി സതീശൻ കേന്ദ്ര സർക്കാരിനെ സംസാരിക്കുകയാണ്. മിസ്റ്റർ വി ഡി സതീശൻ ഇത് ഇപ്പോഴല്ല സംസാരിക്കേണ്ടിയിരുന്നത്. സംസ്ഥാന സർക്കാർ ഇവിടെ നിങ്ങളുടെ സമരത്തെയൊക്കെ ഈ പറയുന്നത് പോലെ പ്രതിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നില്ലേ? ഇത് എത്ര വിഭാഗത്തിൽപ്പെടുത്തണം? കേന്ദ്രം ഈ പറയുന്നത് പോലെ വയനാട് ദുരന്തബാധിതർക്ക് സഹായം നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ആ സമയത്ത് വേണമായിരുന്നു ഇങ്ങനെ പക്വതയോടെയുള്ള പ്രതികരണം. ആ സമയത്ത് വേണമായിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ. അന്ന് കേന്ദ്ര സർക്കാരിനെ തലോടിയും അന്ന് സംസ്ഥാന സർക്കാരിനെ കല്ലെറിഞ്ഞു നടന്നിട്ട് ഇന്നതാ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ സത്യത്തിൽ പ്രതിപക്ഷത്തിനും കല്ലേറ് കൊള്ളുമെന്ന് ഭയന്ന് ഇപ്പൊ ഈ പെട്ടെന്നുള്ള മലക്കം മറച്ചിലുണ്ടല്ലോ, അത് കാണുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയാണ്. എത്ര എം പിമാർ നിങ്ങൾക്ക് ഉണ്ട് അവിടെ ലോകസഭയിൽ? ഒരു എം പി ആണോ? അല്ലല്ലോ, 18 എം പിമാരില്ലേ? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി അല്ലേ? അദ്ദേഹം വയനാട്ടിലെ മുൻ എം പി ആയിരുന്നില്ലേ? നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ അമേഠിയിൽ അദ്ദേഹം തോറ്റു. ജയിച്ചത് ഇവിടെ വയനാട്ടിലാണ്. അന്ന് വയനാട്ടിലും തോറ്റായിരുന്നെങ്കിൽ സഭയുടെ പടിവാതിക്കൽ പോലും പോയി നിൽക്കാൻ പറ്റില്ലായിരുന്നു. സഭയുടെ പടി കാണില്ലായിരുന്നു. വയനാട്ടിലെ ജനങ്ങളാണ് ജയിപ്പിച്ച് അങ്ങോട്ടേക്ക് അയച്ചത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ. ആ വയനാട്ടിലെ ജനങ്ങൾ ഒരു മഹാദുരന്തത്തിൽ പെടുമ്പോ അത് വേണ്ട രീതിയിൽ കാര്യഗൗരവത്തോടെ രാഹുൽ ഗാന്ധിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത്? രാഹുൽ ഗാന്ധി ഇവിടെ വന്നു, ശരിയാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നു, ശരിയാണ്. പക്ഷെ ഇവർ പാർലമെന്റിൽ ഇതിനു വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്ന്. അങ്ങനെയൊക്കെ ഉയർത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ലോണുകളല്ല പ്രഖ്യാപിക്കപ്പെടുക. ഒരു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന് രാജ്യത്തെ നടക്കിയ ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ശബ്ദമുയർത്തിക്കൊണ്ട് കേന്ദ്രം നൽകാനുള്ള തുക അനുവദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ മിസ്റ്റർ രാഹുൽ ഗാന്ധി, നിങ്ങൾ പൂർണ്ണ പരാജയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണ പരാജയമാണ്. ഇത്തരം പ്രഖ്യാപനങ്ങൾ നടന്ന ശേഷം പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ എല്ലാവർക്കും കഴിയുമെന്ന്. അയ്യോ സംഭവിച്ചു പോയി, ഭയങ്കരമായി പോയി, നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു, ഇതൊക്കെ പറയാൻ ഈസിയാണ്. പക്ഷേ അതിന് മുമ്പ് വേണം പ്രതിരോധിക്കാൻ. അത് നിങ്ങൾക്ക് കഴിയുന്നില്ല. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അധികാരത്തിൽ വരണം. അധികാരത്തിൽ വരാൻ ഏതിനെയും ഒക്കെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും. പക്ഷേ ദുരന്തങ്ങൾ വിറ്റുകൊണ്ടാകരുത് നമ്മുടെ സംസ്ഥാനത്തെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ. മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ വേണ്ടി ഇമാതിരി രീതിയിലുള്ള സംസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ടുള്ള കളികളൊന്നും കളിക്കരുതെന്നാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും പറയാനുള്ളത്. പല രീതിയിലുള്ള നുണപ്രചരണങ്ങൾ നടത്തിയില്ലേ? മോദി പറഞ്ഞത് തന്നെ ഇവിടെ വി ഡി സതീശനും പറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വി ഡി സതീശന്റെ പാർട്ടി പറയുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സംസ്ഥാന സർക്കാരിനെതിരെ മോദി സർക്കാർ തുടക്കഘട്ടങ്ങളിൽ ഈ ഞങ്ങൾ ഫണ്ട് നൽകാനായിട്ട് വൈകുന്നത് ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്നൊരു പെരുന്നുണ പറഞ്ഞു അല്ലെ? അതിനുശേഷം അതിന്റെ വാസ്തവം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് അതിന്റെ ചുവടും പിടിച്ച് നടന്ന ആളാണ് വി ഡി സതീശന്റെ പാർട്ടി. എന്നിട്ട് ഇപ്പോ പണിപാളി എന്ന് കാണുമ്പോ, മുതലക്കണ്ണുനീരിറക്കി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോ സത്യത്തിൽ ഇപ്പോ ഈ ഒരു പ്രതികരണം നടത്തിയത് ആത്മാർത്ഥതയോടെ കൂടിയാണെങ്കിൽ ഇനി ആ പാർലമെന്റിൽ ഇതൊന്നും അതിശക്തമായിട്ട് ഉയർത്തിക്കൊണ്ട് ഇനിയെങ്കിലും വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കണം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അടിച്ചുകൊണ്ട് നിന്നതുകൊണ്ടായില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഈ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ സംഭാവന? നിങ്ങൾ ആ ദുരന്ത മുഖത്തുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴാണ് ദുരന്ത മുഖത്തിലേക്ക് വന്നത്? അതായത് മുഖ്യമന്ത്രിയെ രാഹുൽ ഗാന്ധി കോൾ ചെയ്തു. രാഹുൽ ഗാന്ധിയോട് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് അറിയാമോ? നിങ്ങളുടെ എല്ലാ നേതാക്കളോടും ദുരന്ത മുഖത്തേക്ക് വരാൻ പറയണം, നിങ്ങളുടെ സഹായം ആവശ്യമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നു, കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും എല്ലാ UDF നേതാക്കളും ഒക്കെ അങ്ങ് ദുരന്ത ബാധിത പ്രദേശത്തേക്ക് പോകണം, സഹായിക്കണം എന്ന് പറയുന്നു. ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ തന്നെ എന്താണ് മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും ചെയ്തത്? ഗോവിന്ദൻ മാഷ് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ വയനാട്ടിലേക്ക് വരണമെന്നാണ് പറഞ്ഞത്. ജോലിക്ക് പോകാൻ വേണ്ടി വണ്ടി കയറി ബസ്സിൽ പോയിക്കൊണ്ടിരുന്നവൻ വരെ നേരെ ബസ്സിൽ നിന്ന് ചാടിയിറങ്ങി വയനാട്ടിലേക്ക് വെച്ചു പിടിച്ചു. വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് എത്തി പലരെയും രക്ഷിക്കുന്ന
പല കാഴ്ചകളും കണ്ടു അല്ലെ. ജീവൻ പോലും നോക്കാതെ നമ്മുടെ മലയാളികൾ ഒറ്റക്കെട്ടായി അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, കോൺഗ്രസ് തന്റെ സ്വഭാവം പുറത്തെടുത്തു. അവർ ഇത് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അതൊരു വിഷയമാക്കി മാറ്റി. അവസാനം വയനാട് ദുരന്തത്തെ മറ്റു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് എങ്ങനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തി കോൺഗ്രസിന് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാം എന്ന് ആലോചിച്ച് ചില കളികൾ നടത്തി. ആ കളികൾ കേന്ദ്ര സർക്കാരിന് വലിയ ഗുണം ചെയ്തു. അതുകൊണ്ട് സുരേന്ദ്രനൊന്നും ഇവിടെ മിണ്ടേണ്ട വന്നില്ല, സുരേഷ് ഗോപിക്ക് മിണ്ടേണ്ട വന്നില്ല, ജോർജ് കുര്യന് മിണ്ടേണ്ട വന്നില്ല, അങ്ങനെ ആർക്കും മോദിയെ ന്യായീകരിക്കേണ്ടി വന്നില്ല. കാരണം ആ പണി മുഴുവൻ ഹോൾസെയിലായി തന്നെ നമ്മുടെ വി ഡി സതീശൻ സംഘവും ചെയ്തു പോന്നിരുന്നു. എന്തായാലും വയനാട് ദുരന്ത ബാധിതരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. മോദി സർക്കാരിന് അങ്ങനെയൊന്നും ഈ പറയുന്നത് പോലെ വയനാടിനെ അവഗണിക്കാൻ കഴിയില്ല. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലാണെന്ന് വീണ്ടും വീണ്ടും ശബ്ദത്തിൽ ഉയർത്തി ഞങ്ങൾ പറയുകയാണ്. കാരണം കേരളത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവഗണന കാണുമ്പോൾ തോന്നിപ്പോവുകയാണ് കേരളം ഇന്ത്യയിൽ തന്നെ അല്ലേ എന്ന് ഒരു തോന്നല് നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ടോ എന്ന്. മിസ്റ്റർ പ്രധാനമന്ത്രി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വയനാട് ദുരന്ത ബാധിതരെ അതിജീവിപ്പിക്കേണ്ട, പുനരധിവസിപ്പിക്കേണ്ട ബാധ്യത, ചുമതല അത് നിങ്ങളുടേത് കൂടിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിങ്ങൾ ഇരിക്കുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന മഹാദുരന്തങ്ങളിൽ, ആ ദുരന്തങ്ങളിൽ അകപ്പെടുന്ന ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്താനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് കരുതലായി മാറാനും നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്കത് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.